വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നമ്മള് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് കാണുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, ക്രിസ്മസ് ട്രീ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പൊ ആ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ എല്ലാവരും കൂടിയിട്ട്. അതിനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയുണ്ട്. നദയും മമ്മു പിന്നെ ഉമ്മച്ചിയും കൂടിയിട്ട് എന്തുണ്ടാക്കാൻ പോവാ? ക്രിസ്മസ് ട്രീ. ഹേ ഗായ്സ്, അപ്പോൾ ഞങ്ങളിന്ന് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസിൻ്റെ പർച്ചേസിന് പോവാണ്. നമ്മൾ സൂക്ക് വാക്കിഫിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാ പോകുന്ന വഴിയാണിത്. അപ്പോൾ തുമ്മാമയിൽ നിന്ന് സൂക്ക് വാക്കിഫിലേക്ക് ഒരു 25 to 30 മിനിറ്റ്സ് എടുക്കുമായിരിക്കും. അപ്പോൾ പോകുന്ന വഴിയാണ് ഇതൊക്കെ. നമ്മളിതാ ഓൾമോസ്റ്റ് എത്താറായി. ഈ ഒരു കാണുന്ന പ്ലേസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അൽറോണക് ഷോപ്പ്. അപ്പോൾ ആ ഷോപ്പിലേക്ക് നമ്മളിങ്ങനെ നടന്ന് പോവാണ്. ഇന്നാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നു. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല ഇത്രയും തണുപ്പുണ്ടാവുമെന്ന്. ഞങ്ങൾ ആരും തന്നെ ജാക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്ത് പറഞ്ഞാലും നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങളിതാ ഇങ്ങനെ പോയി കുറേ നടന്നു കേട്ടോ. കാരണം നമ്മൾ ഇറങ്ങിയ ആ ഒരു പ്ലേസിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഷോപ്പ്. പക്ഷേ കുറച്ചധികം നടക്കേണ്ടി വന്നു. നോക്കി വന്ന് പക്ഷെ അവിടെ കിട്ടിയില്ല. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഡോളർ പ്ലസിലെത്തി. ഇതാ അവിടെ നല്ല അടിപൊളി സംഭവങ്ങളുണ്ട്. ഇതിന് പറ്റിയ മെറ്റീരിയൽസ് ഉണ്ട്. ഈ ലേസ് ഉണ്ട്, പച്ച ലേസ് ആണല്ലോ നമുക്ക് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ട. അതുണ്ട്, ബെൽസ് ഉണ്ട്, ബോൾസ് ഉണ്ട്, പിന്നെ സ്റ്റാർസ് ഉണ്ട്. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടി. അങ്ങനെ താ ഞങ്ങൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ രാത്രിയായി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി നമ്മൾ നെക്സ്റ്റ് ഡേ ട്രീ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ആദ്യം കുറേ ട്രൈ ചെയ്തു, പക്ഷെ ശരിയായില്ല. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ടേബിൾ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ മുകളിൽ 5 സ്റ്റിക്ക് എടുത്തിട്ട് വെച്ചു. അതിനുള്ളിൽ ആദ്യം തന്നെ ഒരു ബോട്ടിൽ, നമ്മുടെ വെള്ളം വാങ്ങുന്ന ക്യാൻ ഉണ്ടല്ലോ, അത് ഫിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് എന്ത് ചെയ്തു, 5 സ്റ്റിക്സ് ഇങ്ങനെ പ്ലേസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ത്രെഡൊക്കെ വെച്ച് ചുറ്റി, പിന്നെ അതിൻ്റെ മുകളിൽ സെല്ലോ ടേപ്പ് വെച്ച് ചുറ്റി, അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടതൊന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു ട്രീയുടെ ലേസ് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. നല്ല ഭംഗിയിൽ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ടിരിക്കും. ഞങ്ങൾക്കാണെങ്കിൽ ഒരു മണ്ടത്തരം പറ്റി. ഞങ്ങളാണെങ്കിൽ 4 ലേസ് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 5 ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയാണ്. പക്ഷേ നമ്മൾ നോക്കി സെറ്റാക്കിയപ്പോൾ 4 ലേസ് ഒരു രീതിയിൽ ഒരു കണക്കിന് ഒപ്പിച്ചു. ഇതിൻ്റെ ഇടയിൽ നമ്മളെല്ലാവരും ഇങ്ങനെ ഓരോരോ കമൻസൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഈ മമ്മു ആണെങ്കിലും നദയാണെങ്കിലും എന്തൊക്കെയോ കിടന്ന് പറയുന്നുണ്ട് ഇടയിൽ. അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു. പക്ഷേ അതുകൊണ്ടാണ് ഞാനൊരു വോയിസ് ഓവറായിട്ട് ചെയ്യുന്നത്. പിന്നെ ടൈം ലാപ്സ് വീഡിയോ ആണല്ലോ, അപ്പോൾ ബെറ്റർ വോയിസ് ഓവർ ആയിരിക്കും. ഇനി നമ്മുടെ ട്രീ ഒക്കെ ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ബാക്കിയുള്ള കുറച്ച് എന്താ പറയുക ഡെക്കറേറ്റീവ് തിങ്സ് ഉണ്ടല്ലോ, അത് മാത്രം ഒന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ ട്രീ റെഡിയാവും. ഇതാ ഇപ്പം ഇവിടെ ഇതിന് മുൻപ് വാങ്ങിച്ചൊരു ബെല്ലുണ്ടായിരുന്നു, അതാണ് അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ രസമുണ്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ല ഭംഗിയായിട്ടുണ്ട്. നോക്ക് രസമല്ലേ കാണാനായിട്ട്? എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു ട്രീ നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പണ്ട്, എന്താ പറയുക, ഇങ്ങനെ ഒരു ട്രീ ഉണ്ടാക്കണം, ട്രീ വാങ്ങണം എന്നൊക്കെ. പക്ഷേ ഇതുവരെ നടന്നില്ല. പക്ഷേ ഇപ്പോൾ നോക്കിയപ്പോൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്താ ചെയ്യുക, ട്രീ റെഡിയാക്കാം എന്ന്. ഇതാ ട്രീ ഓൾമോസ്റ്റ് റെഡിയായി. നോക്ക്, സൂപ്പറായില്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്യണം. ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഗായ്സ്, നമ്മുടെ ട്രീ റെഡി ആയിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.